ഹേ ഗായ്സ്, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഹൈക്യൂ എന്ന് പറയുന്ന ഒരു കിടലൻ വോളിബോൾ ആനിമി സീരീസ് ആണ്. നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാകുന്ന ഒരു സ്പോർട്സ് ആണ് വോളിബോൾ. പക്ഷേ വോളിബോൾ എന്ന ഗെയിമിൽ ഹൈറ്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഹൈറ്റ് കുറഞ്ഞൊരു പയ്യന് വോളിബോൾ എന്ന സ്പോർട്സിനോട് ക്രൈസ് ഉണ്ടാവുകയും ഒരു മികച്ച വോളിബോൾ പ്ലെയർ ആവാനും ആഗ്രഹം തോന്നുന്നു. പിന്നീട് അവൻ അവന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നതും അവന്റെ പ്രയാസങ്ങളെ എങ്ങനെ അവൻ നേരിടുന്നു എന്ന് കാണിച്ചു തരുന്ന ഒരു കിടലൻ ആനിമി തന്നെയാണ് ഹൈക്യൂ. സോ ഈ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ലൈക്കാണ്. 100 ലൈക്ക് എപ്പാവുന്നോ അപ്പൊ നമ്മൾ സെക്കൻഡ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഹൈക്യൂ എന്ന ആനിമി സീരീസിന്റെ ഒന്നാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പയ്യൻ എന്റെ വഴി തടഞ്ഞുകൊണ്ട് എന്റെ മുന്നിൽ ഒരു വലിയ മതിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു മതിലിന്റെ അപ്പുറത്തെ ഭാഗത്ത് എങ്ങനെയായിരിക്കും എന്നറിയാൻ എനിക്ക് വളരെയധികം ആകാംക്ഷയുണ്ട്. പക്ഷേ അപ്പുറത്തെ ഭാഗത്തോട്ട് എങ്ങനെ നോക്കിയാലും എനിക്ക് ഒറ്റയ്ക്ക് കാണാൻ സാധിക്കില്ല. എന്റെ കൂടെ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് അത് കാണാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വോയിസ് ആണ് നമ്മൾ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേൾക്കുന്നത്. അതിനുശേഷം അവൻ കാഷ്വലി സൈക്കിൾ ഓടിച്ച് പോകുന്ന സമയത്താണ് റോഡ് സൈഡിൽ ഒരു TV കാണുന്നത്. ആ ഒരു TVയിലാണെങ്കിൽ കറാസുനോ എന്ന് പറയുന്ന ഒരു ടീം വോളിബോളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ഇവനാണെങ്കിൽ ഈ ഒരു മാച്ച് കുറച്ചു നേരം ഒന്ന് കണ്ടു നോക്കുന്നു. ആ ഒരു ടീമിൽ നിന്ന് ലിറ്റിൽ ജയൻ എന്നറിയപ്പെടുന്ന ഒരു മികച്ച പ്ലെയർ ഉണ്ടായിരുന്നു. ആ ഒരു ലിറ്റിൽ ജയൻ എന്ന് പറയുന്ന പ്ലെയറും കറാസുനോ എന്ന് പറയുന്ന ടീമും ഇവനെ വളരെയധികം സ്വാധീനിക്കുന്നു. ഇതേസമയം ഇവനാണെങ്കിൽ കറാസുനോ എന്ന് പറഞ്ഞ ഈ ഒരു ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരാഗ്രഹം വരികയാണ്. സോ ഈ ഒരു പയ്യനാണ് നമ്മളെ മെയിൻ ക്യാരക്ടർ. ഷോയോ ഹിനാട്ട എന്നാണ് ഇവന്റെ പേര്. നമുക്ക് ഇവനെ ഷോയോ എന്ന് വിളിക്കാം. അതിനുശേഷം നമ്മൾ 3 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ കാണുന്നത്. അതാണെങ്കിൽ ഒരു വോളിബോൾ കോർട്ടിൽ നിന്നായിരുന്നു. നമ്മുടെ ഷോയോ ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു വലിയ വോളിബോൾ കോർട്ട് കാണുന്നത്. അവനാണെങ്കിൽ അവിടുത്തെ മണവും ഇത്ര വലിപ്പമുള്ള ആ ഒരു വോളിബോൾ കോർട്ടൊക്കെ ആദ്യമായാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് കാരണം തന്നെ ഷോയോ ആണെങ്കിൽ വളരെയധികം എക്സൈറ്റഡ് ആണ്. സോ നമ്മളെ ഷോയോ ആണെങ്കിൽ ഇവിടേക്ക് ഒരു ടൂർണമെന്റ് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവന്റെ സ്കൂളിന് സ്വന്തമായ വലിയൊരു ടീമൊന്നുമില്ല. അത് കാരണം നമ്മളെ ഷോയോ ആണെങ്കിൽ കൂടെ പഠിക്കുന്ന 2 ഫ്രണ്ട്സിനെയും പിന്നെ അവന്റെ ജൂനിയേഴ്സിനെയും ജസ്റ്റ് ഈ ഒരു ടൂർണമെന്റ് പങ്കെടുക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ അവർക്കാണെങ്കിലോ റൂൾസ് പോലും അറിയത്തില്ല. മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും വളരെയധികം പൊക്കം കുറവാണ്. ഇതേസമയം വേറെ കുറെ സ്കൂൾ ടീംസും ഇവരുടെ പോലെ തന്നെ ടൂർണമെന്റ് പങ്കെടുക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെല്ലാവരും വളരെയധികം ഹൈറ്റ് കൂടിയതും കുറെ മാച്ച് കളിച്ച എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സും ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരുടെ ഫസ്റ്റ് മാച്ചിന്റെ ഒപ്പോണൻസ് കിട്ടാഗാവ ഫസ്റ്റ് ആണെന്ന് ഇവർ തിരിച്ചറിയുന്നത്. നമുക്കാണെങ്കിൽ അവരെങ്ങനത്തെ ടീമാണെന്ന് കൂടി അറിയത്തില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തീർച്ചയായും അവരെ ഡിഫീറ്റ് ചെയ്യും എന്ന് പറയും നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ബാക്കിൽ നിന്ന് കിട്ടാഗാവ ഫസ്റ്റ് എന്ന ടീം വരുന്നത്. അവർക്കാണെങ്കിൽ ഇവരെക്കാളും എത്രയോ പൊക്കം കൂടുതലാണ്. ഇവരാണെങ്കിൽ ഈ ഒരു വോളിബോൾ കോർട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ ഈ ഒരു കളി കാണാൻ വന്ന പാർട്ടിസിപ്പൻസ് അല്ല ഇവരുടെ ഫാൻസ് ഇവർക്കായി ചീറപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് വേറൊരു ടീമിലെ ഒരുത്തൻ അവരുടെ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ കിങ് എന്നറിയപ്പെടുന്ന കഗയാമ ടൊബിയോ ആണ്. ഇതേസമയം തന്റെ ഒപ്പോണൻസിനെ കണ്ട ഷോയും ടീമും ഒരു മൂലക്ക് പോയി പേടിച്ച് നിൽക്കാണ്. പക്ഷെ അവരുടെ പേടിയെല്ലാം അവർ നമ്മളെ ഷോയുടെ മേലെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് നിനക്കെന്തായാലും നല്ല ഉയരത്തിൽ ചാടാൻ കഴിയില്ലേ, നിന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നും പറഞ്ഞ് എല്ലാ പ്രഷറും നമ്മുടെ ഷോയുടെ മേലേക്ക് വരികയാണ്. സോ അവൻ ആ പ്രഷർ താങ്ങാൻ കഴിയാതെ അവൻ നേരെ ബാത്റൂമിലോട്ട് ഓടാണ്. അവിടെ എത്തിയപ്പോൾ 3 പേരാണെങ്കിൽ നമ്മുടെ ഷോയുടെ ടീമിനെ പറ്റി കളിയാക്കുന്നത്. ഇത് കേട്ടാ നമ്മളെ ഷോയെ മിണ്ടാതിരിക്കുവോ? അവനാണെങ്കിൽ ആ 3 പേരോട് നിങ്ങളെ സ്കൂളിൽ ഇത്ര നല്ല പ്ലേയേഴ്സ് ഉള്ള കാരണല്ലേ നിങ്ങൾ ഇത്ര മെയിനാവുന്നത്, നിങ്ങളെ കൊണ്ട് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, കൂടാതെ ഈ ഒരു മാച്ച് ഞാൻ തീർച്ചയായും നിങ്ങൾക്കെതിരെ വിജയിക്കുമെന്ന് അവന്റെ മേലുള്ള വിശ്വാസത്തോടെ അവൻ തന്നെ പറയുകയാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവന്റെ ഇൻസെക്യൂരിറ്റി കണ്ട് അവർ വീണ്ടും ഇവനെ കളിയാക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ സീനിയറും ഇവരുടെ ടീമിലെ ബെസ്റ്റ് പ്ലെയറും ആയിട്ടുള്ള കഗയാമ ടൊബിയോ അങ്ങോട്ട് വരുന്നത്. മാച്ച് ഇപ്പൊ തുടങ്ങും, പെട്ടെന്ന് തന്നെ പോയി വാമപ്പ് ചെയ്യും എന്നാ 3 പേരോട് കുറച്ച് ഗൗരവത്തോടെ പറയുകയാണ്. സോ ഇവനെ കണ്ട് നമ്മളെ ഹിനാട്ടക്ക് ഇവനോട് എന്തോ ഒരു ബഹുമാനം തോന്നുകയാണ്. അങ്ങനെ നമ്മളെ കഗയാമ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് ആ ഒരു 3 പേരാണെങ്കിൽ വീണ്ടും നമ്മുടെ ഷോയ ടീമിനെ കളിയാക്കുന്നത്. നിങ്ങളോടല്ല വേഗം പോയി വാമപ്പ് ചെയ്യാൻ പറഞ്ഞത് എന്ന് വീണ്ടും അവരോട് ദേഷ്യപ്പെട്ട് പറയാണ് നമ്മളെ കഗയാമ. ഇത് കേട്ടതും ഇവർ 3 പേരും അവിടുന്ന് ഓടിപ്പോകുന്നു. അവർ 3 പേരും അവിടുന്ന് ഓടിപ്പോയതിനു ശേഷമാണെങ്കിൽ നമ്മുടെ ഷോയ ആണെങ്കിൽ നിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളി തന്നെ, പക്ഷെ ആ ഡയലോഗ് ഞാൻ പറയാൻ വെച്ചതാണ്, എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല, എന്നാലും എന്തോന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ നിങ്ങളെ ഈ ഒരു മാച്ച് ഡിഫീറ്റ് ചെയ്യും എന്ന് പറയായിരുന്നു. നീ പറയുന്നത് കേട്ടാ നീ വളരെ ഈസി ആയിട്ട് ജയിക്കുന്നാണല്ലോ തോന്നുന്നത്. എനിക്ക് നിങ്ങളെ പോലെ വളരെയധികം ഹൈറ്റ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് വളരെ ഉയരത്തിൽ ചാടാൻ കഴിയും. ഒരു മാച്ചും നമ്മൾ തോൽക്കുന്നതിന് മുമ്പേ തോൽക്കുമെന്ന് എഴുതി വെച്ചിട്ടില്ല. അത് കാരണം നമ്മൾ ഗിവപ്പ് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ ജയിക്കാൻ സാധിക്കും. പക്ഷേ ഈ ഗിവപ്പ് ചെയ്യാതിരിക്കുന്നതും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ തന്നെ ഈ ഒരു മാച്ച് ജയിക്കും. ഈ ഒരു മാച്ചും ഫൈനലും ഇനി നാഷണൽസിലും എല്ലാത്തിലും ഞാൻ തന്നെയായിരിക്കും ജയിക്കാൻ പോവുക എന്ന് ഇരുവരും പരസ്പരം പറയുന്നു. അങ്ങനെ ഷോയും കഗയാമും തമ്മിലുള്ള ആ ഒരു റൈവൽറി ഇവിടെ വെച്ച് തുടങ്ങുന്നു.
അതിനുശേഷം ഷോയുടെ ടീംമേറ്റ്സിൽ നിന്നൊരാൾ കഗയാമ ഏത് പൊസിഷനാണ് കളിക്കുന്നത് എന്ന് ഷോയുടെ അടുത്ത് ചോദിക്കുകയാണ്. അതിനുത്തരമായി ഹിനാട്ട പറയാണ് അവൻ സെറ്ററാണ്. ബോൾ സ്പൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈക്കറിന് ബോൾ എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാണ് സെറ്റർ എന്ന് പറയുന്നത്. സോ കഗയാമ എന്ന് പറയുന്നത് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ വളരെയധികം ടെൻസ് ആവും. അവന്റെ ടീംമേറ്റ്സ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ പോലും അവരെ വളരെയധികം ചീത്ത പറയും. പക്ഷേ ഇതേ സമയം നമ്മളെ ഷോ ആണെങ്കിൽ കഗയാമയുടെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ ഈ ഒരു മാച്ച് ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഷോ ആണെങ്കിൽ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഈ ഒരു മാച്ച് തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ എക്സൈറ്റഡ് ആവാണ്. അങ്ങനെ തുടക്കത്തിൽ തന്നെ കിട്ടഗാവ ഫസ്റ്റിന്റെ സെർവ് ആയിരുന്നു. അതാണെങ്കിൽ ഷോയുടെ ടീംമേറ്റ്സിന്റെ മിസ്റ്റേക്ക് കാരണം അവർക്ക് ഒരു പോയിന്റ് ലഭിക്കുകയാണ്. പക്ഷെ നമ്മളെ ഹിനാട്ട ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് അടുത്ത സെർവിൽ പിടിക്കാമെന്ന് അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അടുത്തത് കഗയാമയാണ് സെർവ് ചെയ്യുന്നത്. പക്ഷെ അതാണെങ്കിലോ ഷോയുടെ ടീമേഴ്സ് തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കാരണം കഗയാമയുടെ ടീമിന് വീണ്ടും പോയിന്റ് ലഭിക്കുകയാണ്. ഇതേ സമയം നമ്മളെ ഷോ ആണെങ്കിൽ എല്ലാവരും ഒന്ന് ചീറപ്പാക്കി എടുക്കുന്നു. അതിനുശേഷം അവൻ അവന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകുന്നു. അവൻ കോളേജിലേക്ക് വന്ന ദിവസം. അപ്പോൾ വോളിബോൾ ടീമിന്റെ കോച്ചാണെങ്കിൽ നീ ഒറ്റൊരാൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വോളിബോൾ ക്ലബിൽ. കോച്ചിന്റെ ഈ ഒരു വാക്കുകൾ അവനെ വിഷമിപ്പിച്ചെങ്കിലും ഞാൻ ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് എന്നൊരു മട്ടിൽ അവൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അവനിങ്ങനെ ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും അവനെ കളിയാക്കുമായിരുന്നു. പക്ഷേ അവൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ ഒരു ദിവസം അവൻ അവന്റെ ഫ്രണ്ടിനോട് നീ എനിക്ക് ഈ ഒരു ബോൾ കുറച്ച് പൊക്കത്തിലിട്ടായിരുമോ എന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പൊ അവൻ അതിന് ഓക്കെ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബോള് നല്ല ഉയരത്തിലാണ് പോയത്. പക്ഷെ നമ്മളെ ഷോ ആണെങ്കിൽ അത് നല്ല ഉയരത്തിൽ ചാടി ആ ഒരു ബോൾ അടിക്കുകയാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ആ ഒരു മാച്ചാണ് കാണുന്നത്. മാച്ചിലാണെങ്കിൽ കഗയാമയുടെ ടീമാണെങ്കിൽ 9 പോയിന്റാണ് നേടിയിരിക്കുന്നത്. ഇതേസമയം നമ്മളെ ഷോയോ കുറെ കഷ്ടപ്പെട്ടുകൊണ്ട് കഗയാമയുടെ ടീമിനെതിരെ ഒരു പോയിന്റ് തിരിച്ചടിക്കാൻ വേണ്ടി നല്ല രീതിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ അവരുടെ മതിലിന്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് കാണാൻ സാധിക്കുന്നില്ല. അവനടിക്കുന്ന എല്ലാ സ്പൈക്കും അവരുടെ ബ്ലോക്കേഴ്സ് ബ്ലോക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ഒരു കളി പോയി അവസാനം ഇവർ ഒരു സെറ്റ് തോൽക്കുകയാണ്. മാത്രമല്ല രണ്ടാമത്തെ സെറ്റിലും കഗയാമയുടെ ടീമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതേസമയം നമ്മളെ ഷോയാണെങ്കിൽ ഓരോ ബോൾ നിലത്തേക്ക് വീഴുമ്പോൾ ആ ഒരു ബോൾ കിട്ടില്ല എന്നറിഞ്ഞിട്ടും ആ ഒരു ബോളിലേക്ക് ലക്ഷ്യം വെച്ച് നല്ല സ്പീഡിൽ തന്നെ കുതിച്ചു വായുന്നു. പക്ഷെ ഓഫ് കോഴ്സ് ഇവൻക്ക് ആ ഒരു ബോൾ കിട്ടുന്നില്ല. പക്ഷെ ഇവന്റെ ഒരു ഗിവ് അപ്പ് ചെയ്യാത്ത മെന്റാലിറ്റി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ്. ഇതേസമയം അവിടെ സ്കോർ ബോർഡിൽ നിൽക്കുന്ന 2 പയ്യന്മാർ വെറും 30 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ കളി തീരാണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഷോയുടെ ടീമിൽ ഡിസപ്പോയിന്റ് ആവുന്നു. അതിനുശേഷം ഷോയുടെ ജൂനിയർ ആയിട്ടുള്ള ടീമേറ്റ് ഷോയുടെ അടുത്ത് തന്നെ നിങ്ങൾ തോൽക്കുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഈ ഒരു മാച്ച് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് എല്ലാ പ്രതീക്ഷയും പോയ പോലെ തന്നെ നമ്മളെ ഷോയുടെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ നമ്മളെ ഷോയാണെങ്കിൽ നീ എന്താണ് ഈ പറയുന്നത്, നമ്മളിപ്പോഴും ഈ ഒരു മാച്ച് തോറ്റിട്ടില്ലല്ലോ, ഇതുവരെ ഈ ഒരു മാച്ച് അവസാനിച്ചിട്ടില്ലല്ലോ എന്ന് ജൂനിയർ അടുത്ത് പറയാണ്. ഇത് കേട്ട ആ ഒരു ജൂനിയറും നമ്മുടെ കഗയാമയും നമ്മുടെ ഷോയുടെ മെന്റാലിറ്റി കണ്ട് അവനെ തന്നെ ഞെട്ടി നോക്കുകയാണ്. അതിനുശേഷം നമ്മൾ കഗയാമയുടെ ടീമിന്റെ ഒരു സെർവ് ആണ് കാണുന്നത്. സോ ആ ഒരു സെർവ് നേരെ വന്ന് റിസീവ് ചെയ്യുന്നത് ഷോയുടെ ടീമേറ്റ് ആണ്. ഷോയുടെ വാക്കുകൾ അവരുടെ ടീമേറ്റിന് എല്ലാവർക്കും ഒരു ഊർജ്ജം നൽകുന്നു. അങ്ങനെ ഷോയുടെ ടീമേറ്റ് റിസീവ് ചെയ്ത ആ ഒരു ബോള് നല്ല ഉയരത്തിൽ പോയി നമ്മളെ ഷോയോ അത് സ്പൈക്ക് ചെയ്യുന്നു. അതിനിടക്ക് കഗയാമയുടെ ടീമേറ്റിന്റെ കൈമേ അത് നൈസായിട്ട് തട്ടുന്നു. സോ ഇനി ആ ഒരു ബോൾ നിലത്തോട്ട് വീഴുകയാണെങ്കിൽ ഷോയുടെ ടീമിനായിരിക്കും പോയിന്റ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു ബോൾ നിലത്തോട്ട് വീഴുന്നതിന് മുമ്പ് പിടിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അതെടുക്കാൻ പോകുന്നവനാണെങ്കിൽ ഒരു ഉത്സാഹമില്ലാതെ അതെന്തായാലും നിലത്തിട്ടും ഞാൻ ഇനി ഓടിയിട്ട് കാര്യമൊന്നുമില്ല എന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇവൻ ആ ഒരു ബോൾ എടുക്കാൻ വേണ്ടി ഓടാത്ത കാരണം തന്നെ ആ ഒരു ബോൾ നിലത്തിട്ടുന്നു. അങ്ങനെ നമ്മുടെ ഷോയുടെ ടീമിന് ഒരു പോയിന്റ് ലഭിക്കുകയാണ്. അപ്പൊ ആ പോയിന്റ് ഇടാൻ നിൽക്കുന്ന പയ്യന്മാർ ഇത് കാണുന്നുണ്ട്. അവരറിയാതെ പോലും അവർ ഷോയുടെ ടീമിന് ഒരു പോയിന്റ് ലഭിച്ചതിൽ സന്തോഷിക്കുന്നു. അതിനുശേഷം കഗയാമയാണെങ്കിൽ നീ എന്തിനാണ് അത് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഗിവപ്പ് ചെയ്തതെന്ന് ആ ഒരു പയ്യന്റെ അടുത്ത് ചൂടായിക്കൊണ്ട് പറയാണ് നമ്മൾ കഗയാമ. അതിനുശേഷം നമ്മൾ ഷോയുടെ ടീമിന് വീണ്ടും ഒരു അഡ്വാൻറ്റേജ് ആണ് കാണുന്നത്. അതാണെങ്കിൽ ഷോയുടെ ടീമേറ്റായ ജൂനിയറിന് എന്റെ കൈപ്പിഴ കൊണ്ട് നല്ല ഉയരത്തിൽ ആ ഒരു ബോൾ നല്ല മേലോട്ട് പോകുന്നു. ഇതുകൊണ്ട് നമ്മളെ കഗയാമ ആ ഒരു ബോൾ എന്തായാലും ഔട്ടിലേക്കായിരിക്കും പോയിക്കുക. ഇതോടുകൂടി ഈ ഒരു മാച്ച് അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഷോയുടെ ഒരു ചീറ്റപ്പുലിയെ പോലെ ഒരു സാധാരണ മനുഷ്യൻ ചാടാൻ പറ്റുന്നതിനേക്കാൾ നല്ല ഉയരത്തിൽ ചാടി ആ ഒരു ബോളിനെ സ്പൈക്ക് ചെയ്യുന്നത്. ഇത് കണ്ടതും നമ്മളെ കഗയാമക്ക് ഒന്നും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇവൻ ഇത്ര നേരമല്ല എന്റെ മുന്നിലുണ്ടായിരുന്നേ, പിന്നെ എങ്ങനെയാ ഇവൻ ഇത്ര പെട്ടെന്ന് അവിടെ എത്തിയത്, പിന്നെ എങ്ങനെയാ ഇവന് ഇത്ര ഉയരത്തിൽ ചാടാൻ സാധിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു സ്പൈക്ക് ബ്ലോക്ക് ചെയ്യുമ്പോൾ നമ്മളെ കഗയാമ. പക്ഷെ അതൊക്കെ മറികടന്ന് നമ്മളെ ഹിനാട്ട ആ ഒരു ബോൾ സ്പൈക്ക് ചെയ്തെങ്കിലും ഇഞ്ച് വ്യത്യാസങ്ങളോടെ അത് ഔട്ടിലേക്ക് പോവാണ്. സോ ഈ ഒരു പോയിന്റ് അവർക്ക് ലഭിച്ച കാരണം തന്നെ അവർക്ക് 25 പോയിന്റ് ആവുകയും അവർ 2 സെറ്റ് ജയിക്കുകയും ഈ ഒരു മാച്ച് നമ്മുടെ കഗയാമ ടീം ജയിക്കുകയും ചെയ്യാണ്. പക്ഷേ ഇതേ സമയം നമ്മളെ ഹിനാട്ട ആകെ അപ്സെറ്റ് ആണ്. അവൻ ലാസ്റ്റ് അടിച്ച ആ ഒരു സ്പൈക്ക് അത് പുറത്തോട്ട് പോയ കാരണമാണല്ലോ തന്റെ ടീം തോറ്റത് എന്നൊരു കുറ്റബോധത്തിൽ അവൻ വളരെയധികം നിരാശനാണ്. പക്ഷെ ഇതേ സമയം നമ്മൾ കഗയാമ നോക്കുകയാണെങ്കിൽ അവനാണെങ്കിൽ ഹിനാട്ട അടിച്ച ആ ഒരു സ്പൈക്കിൽ വളരെയധികം ഇംപ്രസ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാച്ച് കാണാൻ കറാസുനോ എന്ന് പറഞ്ഞ ടീമിൽ നിന്ന് 3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കാണെങ്കിൽ ഹിനാട്ടയെയും കഗയാമയും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതിനുശേഷം നമ്മളെ ഹിനാട്ട ആണെങ്കിൽ ഈ ഒരു മാച്ച് തോറ്റ കാരണം തന്നെ അവരവരുടെ വീട്ടിലേക്ക് അവർ പോവാണ്. പോകുന്ന വഴിയിലാണെങ്കിൽ അവൻ കഗയാമയെ കാണുകയും അവനോടാണെങ്കിൽ നിന്നെ ഞാൻ ഒരു ദിവസം ഡിഫീറ്റ് ചെയ്യും, നിന്നേക്കാളും മുന്നേ നാഷണൽസിലേക്ക്
പോകുന്നത് ഞാനായിരിക്കുമെന്ന് കണ്ണീരോടെ ഉറക്കെ അവൻ വിളിച്ചു പറയാണ്. ഇത് കേട്ട് നമ്മൾ കഗയാമയാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് രണ്ടുപേരും മടങ്ങി പോകുന്നു. അങ്ങനെ കഗയാമയുടെ ടീമുമായിട്ടുള്ള ഈ ഒരു തോൽവിക്ക് ശേഷം നമ്മുടെ ഹിനാട്ട കുറേ കാലം ഓടാൻ പോയി ട്രെയിനിങ് ചെയ്തും അവന്റെ സ്കൂളിൽ തന്നെ വുമൻസ് വോളിബോൾ ക്ലബ്ബിൽ അവിടുത്തെ വുമൻസിനോടൊപ്പം അവൻ പ്രാക്ടീസ് ചെയ്തും അവന്റെ ഹൈസ്കൂൾ ഇയേഴ്സ് അവൻ തീർക്കുകയാണ്. ഇനി അടുത്ത 3 വർഷം തന്റെ പഠനം തുടരാൻ വേണ്ടി കറാസുനോ എന്ന് പറയുന്ന കോളേജിലേക്കാണ് അവൻ വരുന്നത്. സോ ചെറുപ്പം തൊട്ടേ അവന്റെ ആഗ്രഹമായിരുന്നു ഈ ഒരു കറാസുനോ എന്ന് പറയുന്ന കോളേജിലേക്ക് വരാൻ. ആ ഒരു സ്കൂളെത്തിയതും അവൻ നേരെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി വോളിബോൾ ക്ലബിലോട്ട് ഓടുകയാണ്. അങ്ങനെ നമ്മളെ ഷോയാണെങ്കിൽ അവിടേക്ക് കാലെടുത്ത് കുത്തിയതും ഒരു കാഴ്ച കൊണ്ട് നെട്ടുകയാണ്. അവൻ ഒരു നാൾ ഡിഫീറ്റ് ചെയ്യും എന്ന് പറഞ്ഞ കഗയാമ ഈ ഒരു വോളിബോൾ കോർട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. സോ കഗയാമനെ കണ്ടപ്പോൾ തന്നെ നമ്മളെ ഷോയാണെങ്കിൽ നീ എന്താ ഇവിടെ എന്ന് ഉറക്കം അവനോട് വിളിച്ചു ചോദിക്കുകയാണ്. അപ്പൊ നമ്മളെ കഗയാമ ആറ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളെ ഷോയനെ കാണുന്നത്. സോ നമ്മളെ കഗയാമ ഷോയെ കണ്ട് ഞെട്ടി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടി കാണിച്ചിട്ടാണ് നമ്മളെ ഹൈക്യൂ എന്ന ആനിമി സീരീസിലെ സീസൺ 1 ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഒന്നാമത്തെ എപ്പിസോഡ് വെച്ച് ഈ ഒരു ഹൈക്യൂ എന്ന ആനിമീനെ വിലയിരുത്തരുത്. കാരണം ഇത് വെറും ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. സീസൺ 2 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ത്രില്ലടിച്ചിരിക്കും ഓരോ എപ്പിസോഡൊക്കെ കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആനിമയെ പറ്റും നമ്മുടെ എക്സ്പ്ലനേഷനും പറ്റും എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരെക്കും ബൈ.